കേരളത്തിന്റെ നമ്പർ 1 FM, യെസ് ക്ലബ് FM-ലെ ദ ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എന്റെ കൂടെ ശിവ. 9th വെച്ചൊരു സീരിയസ് പ്രണയം ഉണ്ടായി. ആ പ്രണയം എങ്ങനെ തുടങ്ങി? ആ പ്രണയം തീരെ സീരിയസ് ആയിട്ടല്ല തുടങ്ങിയത്. എല്ലാം ഒരു പോയതാണല്ലേ? എല്ലാം ഒരു തമാശയായിരുന്നു. എന്നിട്ട് കുട്ടി ഇവിടെ നിന്നല്ലായിരുന്നു. അതായത് ഇവിടുത്തെ നാട്ടുകാരാണെങ്കിലും പുറത്തൊക്കെ പഠിച്ച ഇത് നമ്മുടെയൊക്കെ പോലെ ഏകദേശം നമ്മളെക്കാട്ടും ഒരു കൊമ്പ് കൂടുതലായിരുന്നു. 2 കൊമ്പുള്ള കുട്ടി. അത് തന്നെ. അപ്പൊ ഒരു കൊമ്പുള്ള കുട്ടിക്ക് 2 കൊമ്പുള്ള പെൺകുട്ടി വേണല്ലോ കിട്ടാൻ. അത് തന്നെ. അപ്പൊ ഞാൻ ഒട്ടും വിടാതെ തന്നെ പിടിച്ചു. നമ്മൾ അങ്ങടാണ് ചെന്നത് ആണല്ലേ? അപ്പൊ എന്റെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇപ്പോഴും അവിടെ തന്നെയാണോ? ഇപ്പോഴും അവിടെ തന്നെയാ. ഡീറ്റെയിൽസ് പറയാനുള്ള അങ്ങോട്ട് ചെല്ലണമല്ലോ. ഇതിക്കുള്ള എന്ത് പറയാൻ. അപ്പൊ ഇവള് വീട്ടിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് അടിയിലോട്ട് ഇറങ്ങുമ്പോ ചെറിയ പിള്ളേരെ കളിക്കുന്നുണ്ടാവല്ലോ പാർക്കില്, അതിന്റെ ഒപ്പം വെറുതെ ഇവള് ഇറങ്ങും ബോറടിച്ചിട്ട്. ഞാനും ഇറങ്ങും. ഞാൻ ആ കറക്റ്റ് ടൈം നോക്കി മാത്രം ഇറങ്ങും. നമ്മൾ ഇറങ്ങുന്ന ചുമ്മാ ഇറങ്ങണോ? കയ്യിലൊരു ഫുട്ബോൾ അല്ലെങ്കിൽ ബാഡ്മിന്റൺ തീർച്ചയായിട്ടും ഉണ്ടാവല്ലോ. പേരിനൊരു ബാസ്കറ്റ് ബോൾ. എന്തായാലും ബാസ്കറ്റ് ബോളിൽ ചെറിയൊരു ചാമ്പാണ്. അങ്ങനെയാണ്. ഓക്കെ, ബാസ്കറ്റ് ബോൾ ചാമ്പ്യന്റെ പ്രണയകഥയുടെ ബാക്കി നമുക്ക് കേൾക്കാം. പക്ഷെ അതിന് മുന്നേ ഇഫ് യു വോണ്ട് ടു സെൻഡ് എ മെസ്സേജ്, നിങ്ങൾക്ക് ഇങ്ങനെ ലവ് ബൈറ്റ്സിലൂടെ നിങ്ങളുടെ ലവ് സ്റ്റോറി ഷെയർ ചെയ്യണമെങ്കിൽ നമ്പർ 567678 ഫോമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ പേര് ഞാൻ തിരിച്ചു വിളിക്കാട്ടോ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ശിവ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ബാസ്കറ്റ് ബോൾ പിടിച്ച് താഴെ ജാടക്കിറങ്ങുന്ന ഒരു ബാസ്കറ്റ് ബോൾ ചാമ്പ്യനാണ് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റേഡിയോന്റെ കൂടെ. അപ്പൊ ആ കുട്ടികളെ കാണാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ബാസ്കറ്റ് ബോളുമായിട്ട് ഇറങ്ങും. എന്നിട്ട് എന്താ ഒതുക്കത്തില് ബാസ്കറ്റ് ബോള് അവളുടെ സൈഡിലോട്ട് പോകേണ്ടി വരും. ബൗൺസ് ചെയ്ത് അവസാനം അവിടെ എത്തണമല്ലോ. എന്നിട്ട് ആ ബോളൊന്ന് പാസ് ചെയ്യോ എന്നുള്ള ആ ചോദ്യത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കാറ്. എനിക്ക് വയ്യ അതിനു വേണ്ടി. അപ്പൊ എത്ര തവണ ഒരു ബാസ്കറ്റ് ബോൾ അങ്ങനെ പോകും? നിങ്ങൾ ഇങ്ങനെ ബാസ്കറ്റ് ബോൾ ബൗൺസ് ചെയ്താൽ എങ്ങനെ ചാമ്പ്യൻ ആവും? അതിനൊക്കെ ഒരു നാക്കുണ്ട് രേണു. അതൊക്കെ ഈ പ്രായം കഴിഞ്ഞ വന്നല്ലേ. രേണു കുറച്ചൊക്കെ അറിയാം. കുറച്ചധികം അറിയാം. ഞാൻ മറ്റേ സൈഡിൽ ഞാനായിരുന്നല്ലോ. എന്നിട്ട് ബാസ്കറ്റ് ബോൾ അവിടെ ചെല്ലുന്നു. കുട്ടി ബാസ്കറ്റ് ബോൾ എടുത്ത് എനിക്ക് തരുന്നു. അപ്പൊ തന്നെ ഞാൻ എന്താ കുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? ഇയാൾക്ക് അത്രയൊക്കെ ചോദിക്കാനുള്ള ഇതുണ്ടോ? കണ്ടു കഴിഞ്ഞൊരു പാവം പോലെയാണല്ലോ ഇരിക്കുന്നത്. ഇല്ല, ഞാൻ അത്യാവശ്യം സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് തന്നെ ഹെഡ് ചെയ്യും. ആണ് വിഷമിച്ച് മാറി നിന്ന് നമ്മൾ ചമ്മത്തില്ല. എന്നിട്ട് എന്താണ് അങ്ങനെ അത് ആ ഒരു ഒറ്റ ചോദ്യം മാത്രമേ അന്നുണ്ടായുള്ളെങ്കിലും പിന്നെ പയ്യെ ഞങ്ങള് സംസാരിച്ചു. പിന്നെ ഫോണിൽ വിളിയായി, ചോദ്യങ്ങൾ കൂടി. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെ ഫോണിൽ വിളിക്കാൻ? ലാൻഡ് ഫോണാന്ന് പറയരുത്. ഇല്ല അത് എനിക്ക് തോന്നുന്നു എന്റെ 9ാം ക്ലാസ് ആയപ്പോഴത്തേനും അത്യാവശ്യം ആ ഒരു ലെവലിലൊക്കെ എത്തിയിട്ടുണ്ട് പിള്ളേര്. ആ ലെവലിൽ എത്തി. ഫോണായി. ഏത് സമയം വരെ വിളിക്കായിരുന്നു? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ രാവിലെ വരെയൊക്കെ വിളിച്ചെന്നിരിക്കും. എന്റെ ഈശ്വര, ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ അപ്പൊ സ്റ്റോറിയുടെ ബാക്കി കേൾക്കണ്ടേ? 9th രാവിലെ വരെ ഫോൺ ചെയ്തോണ്ടിരുന്നൊരു പയ്യനാ. സ്റ്റേ ട്യൂൺഡ്, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എന്റെ കൂടെ വെളുപ്പിന് വരെ ഒരു പെൺകുട്ടിയെ വിളിച്ച് ശല്യപ്പെടുത്തിയ ശിവയാണ് ഇരിക്കുന്നത്. ശിവനെ നോക്കുക, ഞാൻ മാത്രമേ ശല്യപ്പെടുത്തുള്ളൂ. അപ്പൊ അവൾ അതിലൊരു പങ്കാളിയല്ലേ എന്ന് അല്ലേ? തീർച്ചയായും അവളാണ് എന്നെക്കാട്ടിയും കൂടുതൽ. എനിക്ക് ചിലപ്പോ ഒരു 4 മണിയൊക്കെ ആകുമ്പോ ഉറക്കം വരും. ഇവളെ ഉറക്കൂല. സ്കൂളിൽ ചെന്ന് എന്ത് ചെയ്യും? സ്കൂളിൽ ചെന്ന് അത് വിഷയമില്ല, അവളെ ക്ലാസ് അല്ലേ, കിടന്നുറങ്ങാലോ. എന്റെ ഈശ്വര, കിടന്നുറങ്ങാൻ ഇത്ര സൗകര്യമുള്ളൊരു ക്ലാസ് ഉണ്ട്. ഞാൻ പഠിച്ചപ്പോ IGM-ലാ. അവിടെ എല്ലാ പിള്ളേരും അത്യാവശ്യം ഈ പല സ്കൂളിൽ നിന്നും അലമ്പുണ്ടാക്കിയിട്ട് എല്ലാ പിള്ളേരും സ്കൂളിലിട്ടില്ലേ? എനിക്കറിയാം, എന്റെ ഒരു കസിനെ പുറത്താക്കിയപ്പോ അവിടെ കേട്ടിട്ടുണ്ട്. അത് അവിടെ നിന്ന് ഇറങ്ങിയ ചില പിള്ളേർ എന്റെ കൂടെ സെന്റ് ജോസഫിലുണ്ടായിരുന്നു. ആണോ? അപ്പൊ എനിക്കറിയാം അവരെ. സെന്റ് ജോസഫിലാണോ പഠിച്ചത്? ഓഹോ, അപ്പൊ അങ്ങനെയായില്ലേ? ചോദ്യം എന്റെ അടുത്തോ, എന്നിട്ട് പറയോ നിങ്ങൾ വെളുപ്പിന് വരെ സംസാരിക്കായിരുന്നു? അല്ല രേണുവിന് ഇത് മൊത്തം അറിയണോ? എനിക്കറിയണം. പ്രണയകഥ മുഴുവൻ അറിഞ്ഞിട്ട് ഞാൻ വിടുത്തുള്ളൂ. എന്നിട്ട് എന്താണ് രേണു, അങ്ങനെ ഇപ്പൊ ഫോണിലെ പ്രണയമൊക്കെ അങ്ങനെ പോയി അവസാനം ഞങ്ങൾ മീറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. ഫ്ലാറ്റിന് പുറത്ത് പുറത്തുള്ളത് കുറച്ച് പ്രശ്നങ്ങളായി. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ പ്രശ്നങ്ങളെ കുറിച്ച് അറിയാൻ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട് ശിവ. ബിക്കോസ് എല്ലാവരുടെയും പ്രശ്നം വേറെ ആണല്ലോ. സ്റ്റേ ട്യൂൺഡ്, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. പ്രണയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡെഫിനറ്റ്ലി പുറത്ത് മീറ്റ് ചെയ്യണം. പുറത്ത് മീറ്റ് ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണും, പിടിക്കും. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ശിവയുടെ അടുത്ത് റീനു ചോദിക്കുകയാണ്, നിങ്ങളെ അങ്ങനെ ആരാ കണ്ടുപിടിച്ചേ? എന്താ പറ്റിപ്പോയെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ അകത്ത്
എന്തേലും കാണുമ്പോ ആർക്കൊന്നും തോന്നുന്നില്ല, ഒരേ ഫ്ലാറ്റിലല്ലേ, അങ്ങനെ ഒരുമിച്ച് ഇപ്പൊ സംസാരിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഫ്രണ്ട്സ് ആണല്ലോ, പറയാലോ അറ്റ്ലീസ്റ്റ്. പക്ഷെ ഇത് പുറത്ത് കണ്ടപ്പോഴത്തേനും ഞാൻ ശരിക്കും പുറത്ത് പോയപ്പോഴല്ലാണ്ട് ഞങ്ങൾ പോയി ചിക്കിങ്ങിന്ന് ഫുഡൊക്കെ അടിച്ച് അതും കഴിഞ്ഞ് ഐസ്ക്രീം ഒക്കെ പോയി കഴിച്ച് ഫുൾ റൊമാൻസ് സീൻ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഫ്ലാറ്റിന് അങ്ങോട്ട് കേറാൻ പോയപ്പോഴാണ് കണ്ടേ. ഞാൻ അവരോട് പറഞ്ഞു ഒറ്റയ്ക്ക് കേറിക്കോന്ന്. അപ്പൊ തന്നെ അവിടെ തന്നെ ഉണ്ടോ എന്താണ് ഇത്രയും വരെ ഒരുമിച്ചല്ലായിരുന്നു, ഇനിയിപ്പൊ അങ്ങോട്ട് ഒരുമിച്ച് നമ്മള് പ്രിക്കോഷൻ എടുത്തായിരുന്നു. അത് ഏത് ക്ലാസ്സിലായിരുന്നു? അത് ഒരു 11 ആയിക്കോളും. പിടിച്ചു. ആര് കണ്ടു? അങ്കിളല്ല, ഫ്ലാറ്റിലെ ഒരു ആന്റി. ആന്റിമാരാണ് പ്രശ്നം. ആന്റിമാർ ഭയങ്കര പ്രശ്നം, സത്യം പറയാലോ. അവർക്കൊന്ന് കൂടെ കണ്ടാ മതി. സ്വന്തം അമ്മമാർക്കില്ലേ സ്വന്തം? അത് തന്നെ സത്യമായിട്ടും അവർക്ക് അതിനെക്കാട്ടും വലിയ ടെൻഷൻ ആന്റിമാർക്ക്. കാരണം നല്ല വീട്ടിലെ കാര്യമാണല്ലോ. എന്നുവെച്ചാൽ ഈ ഫ്ലാറ്റിലെ ആന്റിമാർക്കൊക്കെ വൈകിട്ട് അല്ലെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ പറയാനൊരു 100 കഥ ഉണ്ടാവണല്ലോ. എന്തെങ്കിലും അപ്പൊ ഒരു കഥ കിട്ടി. അത് തന്നെ ഉഗ്രം കഥ. എന്നിട്ട് അത് ആര് ചെന്ന് പറഞ്ഞു? എന്നിട്ട് ആന്റിയാണ് ചെന്ന് പറഞ്ഞു. ആ പെണ്ണിന്റെ വീട്ടില്. കഷ്ടം. എന്നിട്ട് എന്താ പൊട്ടി. അവിടെ നിർത്തിച്ചില്ല. അതൊരു 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടായിരുന്നു. അതിന്റെ കഥയൊക്കെ വേറെ കഥയുണ്ട്. ക്ലബ് എഫ്എം ലവ് ബൈറ്റ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രണയ കഥ പറയണോ, നിങ്ങളുടെ കഥ, എന്നാൽ 567-678 മെസ്സേജ് അയക്കുക. ഫോർമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ പേര് ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് 3 ആൻഡ് ശിവ പൊട്ടാൻ കണക്കിന് റൊമാൻസ്.